നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാണ്ഡം. ഇന്ന് ബാലകാണ്ഡത്തിൽ ഉമാമഹേശ്വര സംവാദം, ശിവൻ ചെയ്യുന്ന കഥാകഥനം, പുത്രലാഭ ആലോചന, പുത്രകാമേഷ്ടി എന്നീ പംക്തികളാണ് ചൊല്ലാൻ പോകുന്നത്. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണുക നാരദമെന്നുടെ നാവു തന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം. ഭാലലോചനം മുനിസിദ്ധസേ ദേവാദിസേവ്യം. നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പരപാരമാഗ്രഹമുണ്ടു ജ്ഞാനത്തിൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. പങ്ക്തി കന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി. ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢ
ഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം കശ്യപൻ ദശരഥനാത്മാരാജനേന്ദ്രനായി തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. യോഗമായ ദേവിയും ജനകാലയെ വന്നു മേദിനി തന്നിലയോ നിജയായുണ്ടായി വരും. വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്ന് പൊങ്ങിനാൻ വഹ്നിദേവൻ. കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ഇന്ന് 1200 കർക്കിടകം 1 രാമായണ മാസത്തിന് സമാരംഭം. കർക്കിടകത്തെ രാമായണ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. കർക്കിടകത്തെ മുമ്പ് നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നു കള്ളക്കർക്കിടകം, പഞ്ഞക്കർക്കിടകം എന്നൊക്കെ. രാമായണ മാസം, രാമൻ്റെ അയനം, രാമായണം. രാമൻ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം. 7 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകങ്ങളിൽ ആദികവി വാൽമീകി മഹർഷി രചിച്ച രാമായണത്തെ അധികരിച്ച് ലോകത്തിൽ 100 കണക്കിന് രാമായണ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആനന്ദരാമായണം, അത്ഭുത രാമായണം, തമിഴ്നാട്ടുകാർക്ക് കമ്പരാമായണം, ഞങ്ങൾ മലബാറുകാർക്കൊരു രാമായണമുണ്ട്, മാപ്പിള രാമായണം. എന്നാൽ മലയാളികളായ നമുക്ക് ആധ്യാത്മികതയുടെ, ദൈവികതയുടെ നിറകുടമായിട്ട് ഭാഷാപിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഈ മഹത്തായ രാമായണമാണ് കർക്കിടക മാസത്തിൽ നാം പാരായണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. രാമൻ്റെ ജീവിതത്തിലൂടെ കർക്കിടക മാസത്തിൽ യാത്ര ചെയ്യുക. അപ്പോൾ സാധാരണ ചോദിക്കും, ചിങ്ങത്തിലും കന്നിയിലൊന്നും ഇത് വായിക്കാൻ പാടില്ലേ എന്ന്. 365 ദിവസവും രാമായണം വായിക്കണം. എന്നാൽ ഹിന്ദുക്കൾ, നമ്മൾ വിശ്വാസികൾ രാമായണത്തിൽ നിന്നും പിറകിലേക്ക് പോയി. രാമായണം വായിക്കുന്നത്, പഠിക്കുന്നത്, ഭഗവത്ഗീത പഠിക്കുന്നതെല്ലാം അന്ധവിശ്വാസമാണ്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല, രാമായണം കെട്ടുകഥയാണ്, മഹാഭാരതം കെട്ടുകഥയാണ് എന്ന് പലരും നമ്മെ പഠിപ്പിച്ചു. എന്നാൽ രാമൻ്റെ അയനത്തിലൂടെ, ജീവിതത്തിലൂടെ യാത്ര ചെയ്യണമെന്ന് നമ്മുടെ ഋഷിവര്യന്മാർ, പി പരമേശ്വർജിയെ പോലെയുള്ള മുതിർന്ന സംഘകാര്യകർത്താക്കൾ എല്ലാം തീരുമാനിച്ചു. അങ്ങനെ 1982 എറണാകുളത്ത് വിശാല ഹിന്ദു സമ്മേളനം നടത്തി. അവിടെ ഒരു പ്രഖ്യാപനം നടത്തി, കർക്കിടകം രാമായണ മാസം. ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് കർക്കിടകം രാമായണ മാസം. 365 ദിവസവും നമുക്ക് രാമായണം വായിക്കാം. എല്ലാ ദിവസവും രാമായണം വായിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് വായിക്കാതെ മടിച്ചു നിന്ന ഹൈന്ദവ സമൂഹം കർക്കിടകത്തിലെങ്കിലും ഇതൊന്ന് വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിച്ചത്. നമ്മൾ വിശ്വാസികളുമാണ്, അതിനൊപ്പം അന്ധവിശ്വാസികളുമാണ്. കർക്കിടകത്തെ രാമായണ മാസമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലരും പറഞ്ഞു, കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു, എന്തിനാണ് രാമായണം വായിക്കുന്നത്, പഠിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഹിന്ദുക്കൾ ഇത് മൈൻഡ് ചെയ്തില്ല.
പതുക്കെ പതുക്കെ നമ്മളിത് ഏറ്റെടുത്തു. അങ്ങനെ കർക്കിടകം രാമായണ മാസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പറഞ്ഞു, 6-ാമത്തെ കാണ്ഡമായ യുദ്ധകാന്ഡം വായിക്കരുത്, വായിച്ചാൽ വീട്ടിൽ യുദ്ധമുണ്ടാകും. അപ്പോൾ യുദ്ധമുണ്ടാകും എന്ന് കരുതി നാം 6-ാമത്തെ കാണ്ഡത്തെ ഒഴിവാക്കി. 6-ാമത്തെ കാണ്ഡം ഒഴിവായാൽ ഇനി നമുക്ക് 6 കാണ്ഡം ബാക്കിയുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു ഉത്തരകാണ്ഡം വായിക്കരുത്. ഉത്തരകാണ്ഡം വായിച്ചാലോ വല്ലാത്ത ദുഃഖം ഉണ്ടാവും, കാരണം സീതാ പരിത്യാഗമൊക്കെ അവിടെയാണ്. ഉത്തരകാണ്ഡം വായിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 5 കാണ്ഡം ബാക്കിയുണ്ടല്ലോ, നമ്മൾ സമാധാനിച്ചു. അപ്പോഴാണ് വേറൊരു പ്രശ്നം, സായം സന്ധ്യയിൽ രാമായണം വായിക്കരുത്, വായിച്ചാൽ ഹനുമാൻ സ്വാമി പിണങ്ങും. അങ്ങനെ സന്ധ്യാസമയത്ത് രാമായണം വായിച്ചാൽ അപകടമുണ്ടാകും എന്ന് കരുതിയ അന്ധവിശ്വാസികളായ ഹിന്ദുക്കൾ. എന്നാൽ ഒക്കെ തെറ്റായിരുന്നു. രാമായണത്തിലെ ഓരോ വരികളും 100 ജന്മത്തിൻ്റെ പുണ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. രാമായണം വായിക്കുന്ന ഓരോ മനുഷ്യനും ഉദാത്തമായ മനുഷ്യരായിട്ട് ഉയരുന്നു. രാമൻ എന്ന പുത്രനെക്കുറിച്ച്, രാമൻ എന്ന സഹോദരനെക്കുറിച്ച്, രാമൻ എന്ന ഭർത്താവിനെക്കുറിച്ച്, രാമൻ എന്ന കൂട്ടുകാരനെക്കുറിച്ച്, സർവോപരി രാമൻ എന്ന രാജാവിനെക്കുറിച്ച് പഠിക്കുന്നതാണ് രാമായണം. ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം. നമുക്ക് രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലൂടെ ഈ കർക്കിടക മാസത്തിൽ അല്പസമയം യാത്ര ചെയ്യാം. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് രാമായണത്തിലെ 1-ാമത്തെ കാണ്ഡമായ ബാലകാണ്ഡത്തെക്കുറിച്ചാണ്. ബാലകാണ്ഡത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം വാൽമീകി മഹർഷിയെക്കുറിച്ച് പറയണം. വാൽമീകി മഹർഷി ആരായിരുന്നു? രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു. വഴി നടന്നു പോകുന്നവരെ തടുത്തു നിർത്തി കൊള്ളയടിച്ച് തൻ്റെ കുടുംബത്തെ പോറ്റിയിരുന്ന രത്നാകരൻ്റെ മുന്നിലാണ് ഒരിക്കൽ സപ്തർഷികൾ പെട്ടുപോകുന്നത്. സപ്തർഷികളെ കൊള്ളയടിക്കാൻ നോക്കി, അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അവർ സർവസംഘ പരിത്യാഗികളായിരുന്നു. നമ്മുടെ നാട്ടിൽ സന്യാസിമാരുണ്ട്, ഋഷിമാരുമുണ്ട്. ഋഷിമാർ മന്ത്രനിഷ്ഠാക്കളാണ്, കുടുംബസമേതമൊക്കെ ജീവിക്കുന്നവരാണ്. സന്യാസം, സർവസംഘ പരിത്യാഗം, എല്ലാ ആഗ്രഹങ്ങളെയും ത്യജിച്ച ആ സന്യാസിമാരെയാണ് ഭാരതമെന്നും പാദപൂജ ചെയ്യുന്നത്. പക്ഷേ രത്നാകരൻ ഇത് അറിയില്ലായിരുന്നു. ഞാൻ ഇവരെ ആദരിക്കണം, ഇവരുടെ പാദങ്ങളിൽ പൂജിക്കേണ്ടവനാണ് ഞാനെന്ന തിരിച്ചറിവ് രത്നാകരൻ എന്ന കാട്ടാളനുണ്ടായിരുന്നില്ല. രത്നാകരൻ അവരുമായിട്ട് തർക്കത്തിലേർപ്പെട്ടു. അപ്പോൾ സപ്തർഷികൾ ചോദിച്ചു, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കൊള്ളയെല്ലാം നടത്തുന്നത്? അത് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ നിൻ്റെ കുടുംബത്തിൻ്റെ ശ്രേയസ്സിനു വേണ്ടി നീ പിടിച്ചു പറിക്കാരനാകുന്നുവെങ്കിൽ നീ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ഫലം അവർ കൂടി അനുഭവിക്കുമോ? രത്നാകരനോട് ആദ്യമായിട്ടായിരുന്നു ആ ചോദ്യം. അരോഗ ദൃഢഗാത്രനായ രത്നാകരൻ, ആയുധധാരിയായ രത്നാകരനെ കാണുമ്പോൾ പേടിച്ച് പറച്ച് സർവ്വതും കൊടുത്ത് ഓടിയൊളിക്കുന്നവരായിരുന്നു ആ വഴി സഞ്ചരിച്ചത്. എന്നാൽ സപ്തർഷികൾ നിർഭയരായിരുന്നു. അവർ ആത്മാവിനെ തിരിച്ചറിഞ്ഞവരും ദേഹത്തിൻ്റെ നശ്വരത മനസ്സിലാക്കിയവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം രത്നാകരന് പുതിയൊരു അനുഭവമായി. രത്നാകര, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാപത്തിൻ്റെ ഫലം നിൻ്റെ ഭാര്യയും മക്കളും കൂടി അനുഭവിക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയിട്ട് രത്നാകരൻ തന്നെ വീട്ടിലേക്ക് കൂടി ഭാര്യയോട് ചോദിച്ചു, നിനക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ഈ ദുഷ്കർമ്മങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഈ കർമ്മങ്ങൾക്ക് എനിക്ക് ഗുരുതരമായിട്ടുള്ള പാപവും ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇത് നിങ്ങൾ കൂടി ഷെയർ ചെയ്യുമോ? നിങ്ങൾ കൂടി അനുഭവിക്കാനുണ്ടാകുമോ? അപ്പോഴാണ് രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇത് രത്നാകരൻ്റെ ഭാര്യ പറഞ്ഞതല്ല, ഗുരുദേവൻ പറഞ്ഞതാണ്. പക്ഷേ ഈ ആശയം, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങളെ തേടി വരും എന്ന് പറയുന്ന ആ ആശയമാണ് രത്നാകരനെ മാറ്റി ചിന്തിപ്പിച്ചത്. അങ്ങനെ രത്നാകരൻ തിരിച്ചോടുകയാണ്. തിരിച്ചോടി അവിടെ എത്തിയപ്പോൾ സപ്തർഷികൾ കാത്തിരിക്കുന്നു. രത്നാകരൻ സപ്തർഷികളുടെ കാൽപാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും സപ്തർഷികൾ രാമമന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. രാമ 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 ജപിച്ചുകൊണ്ട് ആ രത്നാകരനെ മൺപുറ്റ് മൂടിപ്പോയി. അങ്ങനെ മൺപുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് രത്നാകരൻ പുറത്തു വന്നു. വാൽമീകത്തിൽ നിന്നും പുറത്തു വന്നവൻ വാൽമീകി മഹർഷിയായി തീർന്നു. അദ്ദേഹമാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര 24,000 ശ്ലോകങ്ങളിൽ രാമായണം വിരചിതമാക്കിയത്. ആ രാമായണത്തെ അധികരിച്ച് ഒരുപാട് രാമായണങ്ങൾ ഈ ലോകത്ത്, ഭൂമിയിൽ, കേരളത്തിൽ, ഭാരതത്തിന് പുറത്ത് ഒക്കെ ഉണ്ടായി. ആ രാമായണത്തിൽ ഈ കർക്കിടകത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുമ്പോൾ അധ്യാത്മരാമായണ കിളിപ്പാട്ട് നാം പാരായണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക്
രാമൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കാണ് ജനനി ജന്മഭൂമി സ്വർഗാദപി ഗരീയസി. ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറഞ്ഞ ആ രാമൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന 4 വരികൾ നമുക്ക് ഒന്ന് ആലപിക്കാം. ശതശതവന്ദനം ഋഷിനാടേ സുഖദേ ശുഭദേ ജയദേ ജനമനഹിത ശുഭവരദേ ശതശതവന്ദനം ഋഷിനാടേ. രാമൻ പറയുകയാണ്, മമ ജന്മാന്തര സുകൃതത്താൽ മാതാവേ നിൻമടിയിൽ ഞാൻ വന്നു പിറന്നു മാനവനായി വന്ദേ തവ പദ സേവകനായി. വേണ്ട വേറൊരു മോക്ഷം മേ, വേണ്ട പരമൊരു സ്വർഗം മേ, മോക്ഷം നീയേ സ്വർഗം നീ, അഭയേ അമലേ അമിത ഫലേ. ശതശതവന്ദനം ഋഷിനാടേ. ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര നാം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങൾക്കും ഈ രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. നമസ്തേ. തുള്ളിക്കൊരു കുടമായി പെയ്യുന്ന പേമാരിക്കാലം, മൂടിക്കെട്ടിയ അന്തരീക്ഷവും സാംക്രമിക രോഗഭീതിയും മനുഷ്യ മനസ്സിനെ ഭയത്തിലാഴ്ത്തിയിരുന്ന കർക്കിടകത്തിൽ ഭക്തന് തുണ രാമമന്ത്രങ്ങളായിരുന്നു. സമ്പൂർണ്ണ രാമായണം പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു തവണ ദശരഥപുത്രന്മാരുടെ നാലമ്പല ദർശനം നടത്തുന്നത്. കോട്ടയത്തെ നാലമ്പല ദർശനം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്, രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന്. ആദർശധീരനും മര്യാദാ പുരുഷോത്തമനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പേരിലുള്ള നാട് രാമപുരം. ഇതിൽ പരം ഭാഗ്യം മറ്റെന്തുണ്ട് ഈ നാട്ടുകാർക്ക്? ഈ നാടിൻ്റെ കാറ്റുപോലും രാമമന്ത്രം ഉരുവിടുന്നു. ദിനവും രാമായണ ശീലുക്കൾ ഒഴുകുന്ന ഗ്രാമം. നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു സ്ഥാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനേരും വാർത്തു വൃത്തിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്തകുലതയാൽ കണ്ടു സുമന്ത്രരും സസുരം കൈകേരു തന്നോട് യോജിക്കാൻ. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിലൊന്നാണ് രാമപുരത്തെ ശ്രീരാമസന്നിധി. ചതുർബാഹുവായി കിഴക്കോട്ട് ദർശനമായ ശ്രീരാമനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. നാട്ടുകാർക്ക് അഭയവും അനുഗ്രഹവുമേകി വിരാജിക്കുന്നു അയോധ്യാധിപതി ശ്രീരാമൻ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പാദസ്പർശമേറ്റ പരിപാവനമായ പുണ്യഭൂമിയാണിത്. രാവണൻ അപഹരിച്ച സീതയെ തേടി ഘോരവനമായിരുന്ന ഇവിടത്തേക്ക് ശ്രീരാമൻ എത്തിയെന്നാണ് ഐതിഹ്യം. സീതാവിയോഗത്തിൽ അതീവ ദുഃഖിതനായ അദ്ദേഹം സീതാന്വേഷണം നടത്തിയ പഴയ വഴികളിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിച്ചു. ഭഗവാനെ തേടി സഹോദരങ്ങളായ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എത്തിയപ്പോൾ ഈ പ്രദേശത്ത് ധ്യാനനിരതനായിരിക്കുന്ന ശ്രീരാമനെ കണ്ടെത്തി.
സമീപ പ്രദേശങ്ങളിൽ സഹോദരങ്ങളും ധ്യാനമിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ ഈ ദേവചൈതന്യങ്ങൾ തിരിച്ചറിയുകയും ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു. കോട്ടയം ജില്ലയിലെ നാലമ്പല ക്ഷേത്രത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേരിലുള്ള സ്ഥലനാമത്തിലുള്ള ഈ മഹാക്ഷേത്രം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാപരിത്യാഗത്തിന് ശേഷം വിഷണ്ണനായി കൂടുതൽ ദുഃഖിതനായി ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അയോധ്യാപുരിയിൽ നിന്നും ദക്ഷിണ ദിക്കിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ആ യാത്രയിൽ മനോഹരമായ ഈ ഭൂപ്രദേശത്ത് വന്ന് തപസ്സിരിക്കാൻ അദ്ദേഹം തീരുമാനിക്കും. അതാണ് സങ്കല്പം. ഒരിക്കലെങ്കിലും ശ്രീരാമസന്നിധിയിലെത്തുന്ന ഭക്തജനങ്ങളെ പിന്നെയും ആകർഷിക്കുന്ന ഒരു ഊർജം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് സംരക്ഷകനായി രാമപുരം ശ്രീരാമചന്ദ്രനുണ്ട്. പല സന്ദർഭങ്ങളിലും ആ കരുതൽ അനുഭവിച്ചറിഞ്ഞവരാണ് ഭഗവാന്റെ ഭക്തർ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് ഇന്ന് വരെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതെനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഭഗവാനെ തൊഴാതെ എവിടെ പോയാലും ഇവിടെ വന്നൊന്ന് കൈകുപ്പിയിട്ടേ പോവുള്ളൂ. രാമായണ മാസത്തിൽ നാലമ്പല ദർശന പുണ്യത്തിനായി ഭക്തജന സഹസ്രങ്ങളുടെ ഒഴുക്കാണ് ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക്. നാടൊന്നാകെ രാമഭക്തിയിൽ ലയിക്കുന്ന പുണ്യമാസത്തിൽ ക്ഷേത്രദർശനം അതിവിശിഷ്ടമായും കരുതുന്നു. ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ക്ഷേത്രങ്ങൾ 3 കിലോമീറ്ററിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മറ്റു നാലമ്പലങ്ങളിൽ നിന്ന് കോട്ടയത്തെ നാലമ്പലത്തെ വേറിട്ടു നിൽക്കുന്നത്. നാലമ്പല ദർശനം തുടങ്ങേണ്ടതും മറ്റു ദശരഥപുത്രന്മാരെ വണങ്ങിയതിനു ശേഷം വീണ്ടും മടങ്ങിയെത്തി നാലമ്പല ദർശനം പൂർത്തിയാക്കേണ്ടതും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ നാലമ്പല പെരുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രകീർത്തിച്ചിട്ടുമുണ്ട്. ഈ 4 ക്ഷേത്രങ്ങളും ഒരേ പഞ്ചായത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് നടന്നു പോയി 4 ക്ഷേത്രങ്ങളിലും തൊഴുത് തിരിച്ച് രാമപുരം ക്ഷേത്രത്തിൽ വന്ന് ശ്രീരാമസ്വാമിയെ ദർശനം എന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിന് 1000-ലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. വൃത്താകൃതിയിലാണ് ശ്രീകോവിൽ. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്ത് ശാസ്താവിൻ്റെയും ദക്ഷിണാമൂർത്തിയുടെയും പ്രതിഷ്ഠ. ഭദ്രകാളി, ഗണപതി, ഹനുമാൻ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നിവരും ഉപദേവതകളാണ്. അമനകരമന, കുന്നൂർമന, കാരനാട്ടുമന എന്നീ 3 നമ്പൂതിരി കുടുംബങ്ങൾ അടങ്ങുന്ന രാമപുരം ദേവസ്വം എന്ന ട്രസ്റ്റാണ് ക്ഷേത്രം നിയന്ത്രിക്കുന്നത്. കോട്ടയത്ത് നിന്ന് 37 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്ര സങ്കേതം. പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ രാമപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ സന്നിധിയിൽ എത്തിച്ചേരാം. രാമനാമം അഭിമാനമായി പേരിൽ പേറുകയാണ് രാമപുരം എന്ന ഈ ഗ്രാമം. ഈ നാടിൻ്റെ ആത്മതത്വമാണ് ശ്രീരാമൻ. ഹരേ രാമ.